ഭിക്ഷ യാചിക്കുന്ന ധനികൻ. ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലും സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. എന്നും കാലത്ത് സാൻ ഡൊമിനിനോ പള്ളിയിൽ പോകും. വളരെ നേരം പ്രാർത്ഥിക്കും. കൂട്ടുകാരൊത്തുള്ള ആട്ടവും പാട്ടും കോമാളി വേഷവും എല്ലാം പതിയെ അവസാനിച്ചു. എന്നാൽ അതിനേക്കാളും തീക്ഷ്ണമായി ദാരിദ്ര്യമെന്ന മണവാട്ടിയോടുള്ള പ്രണയം വർദ്ധിച്ചുകൊണ്ടുവരുന്നു. ഫ്രാൻസിസ് വല്ലപ്പോഴും മാത്രം കടയിലെത്താൻ തുടങ്ങി. കുറച്ചു ദിവസം കച്ചവട തിരക്കിൽ ഭിക്ഷ യാചിച്ചു വന്ന യാചകന് ഭിക്ഷ നൽകാൻ ഫ്രാൻസിസിന് കഴിഞ്ഞില്ല. പിന്നീട് അതോർത്തപ്പോൾ അദ്ദേഹത്തിന് വലിയ കുറ്റബോധം തോന്നി. കൈനിറയെ പണയവും വാരിക്കൊണ്ട് ആ ഭിക്ഷക്കാരനെ തേടി അലഞ്ഞ ഫ്രാൻസിസ് ഒടുവിൽ അയാളെ കണ്ടുമുട്ടി. ആ പണം അയാളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് സമാധാനമായുള്ളൂ. മകൻ്റെ ഈ പോക്കിൽ ബെർണാർഡ് പ്രഭു അത്യധികം ദുഃഖിതനായിരുന്നു. ഒരു മാടമ്പിയായില്ലെങ്കിലും മകൾ തന്നെപ്പോലെ ഒരു കച്ചവടക്കാരനെങ്കിലും ആകണമെന്ന് ഏതൊരു പിതാവിനെ പോലെ അദ്ദേഹവും ആഗ്രഹിച്ചു. മുഴുവൻ സമയം പള്ളിയും വീടും പ്രാർത്ഥനയും കടയിൽ വരാതിരിക്കുന്നതാണ് വരുന്നതിനേക്കാൾ ഭേദം. അദ്ദേഹം കുപിതനായി. ഭർത്താവിനെ പോലെ പിക്കയും ദുഃഖിതയായിരുന്നു. മകൻ്റെ മനസ്സിനെ എന്തോ വലിയ ചിന്തകൾ മഥിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. എല്ലാം ശരിയാകും, അവർ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. ഫ്രാൻസിസും ആശയക്കുഴപ്പത്തിലായിരുന്നു. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട തന്നെ തിരികെ വിളിച്ച കർത്താവ് അസീസിയിലെത്തിയാൽ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് അസീസിയിൽ എത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇതുവരെയും അവിടുന്ന് ഒരു നിർദ്ദേശവും നൽകുന്നില്ല. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിക്കണമേ. ഫ്രാൻസിസ് ദേവാലയത്തിൽ മുട്ടിന്മേൽ നിന്ന് കഠിനമായി പ്രാർത്ഥിച്ചു. തീക്ഷ്ണമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ ആത്മാവിൽ നിന്ന് എന്തോ മന്ത്രിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. എഴുന്നേൽക്കൂ, റോമിലേക്ക് പുറപ്പെടൂ. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ റോമിൽ ഭക്ത്യാദരപൂർവം ആഘോഷിക്കപ്പെടുന്ന സമയം ആയിരങ്ങൾ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. അമ്മ യാത്ര ചിലവുകൾക്ക് നൽകിയ കുറച്ച് പണവുമായി ഫ്രാൻസിസും റോമിലെത്തി. മറ്റുള്ളവരെ പോലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. താൻ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിനായി അദ്ദേഹം പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ കബറിടത്തിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു. ദീർഘനേരം പ്രാർത്ഥിച്ചിട്ടും ഉത്തരവൊന്നും ലഭിച്ചില്ല. അദ്ദേഹം പ്രസിദ്ധമായ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ സ്തബ്ധനാക്കി. ഭിക്ഷക്കാരുടെ നീണ്ട നിര, പലതരം രോഗങ്ങൾ ബാധിച്ചവർ, കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്നവർ, അംഗഭംഗം വന്നവർ, രക്തസാക്ഷികളുടെ നഗരം, പത്രോസിൻ്റെ പിൻഗാമിയുടെ ആസ്ഥാനം, റോമിലെ നഗരം എവിടെയും ഭിക്ഷക്കാരാണ്. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള നാണയസഞ്ചി തുറന്ന് നാണയങ്ങളുടെ കിലുക്കം കേട്ട ഭിക്ഷക്കാർ അദ്ദേഹത്തിന് ചുറ്റും കൈകൾ നീട്ടി തിക്കി. ഫ്രാൻസിസ് അവർക്കായി പണം മുഴുവൻ വീതിച്ചു നൽകി. അവസാനത്തെ നാണയത്തൂട്ടും തീർന്നു. അപ്പോഴുണ്ട് മറ്റൊരു യാചകൻ കൈ നീട്ടുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടും അയാൾക്ക് വിശ്വാസം വരുന്നില്ല. ഫ്രാൻസിസ് തൻ്റെ കുപ്പായമൂരി അയാൾക്ക് നൽകി. അയാളുടെ കീറിപ്പറഞ്ഞ കുപ്പായം വാങ്ങി ധരിച്ച് അസീസി ഭിക്ഷക്കാരനായി. ഭിക്ഷക്കാരൻ്റെ വേഷം ധരിച്ചപ്പോൾ ശരിക്കും ഭിക്ഷക്കാരനെ പോലെ ആണെന്ന് തോന്നി ഫ്രാൻസിസിനും. കയ്യിൽ പണമൊന്നുമില്ല. തിരികെ അസീസിയിലെത്തണം. ഫ്രാൻസിസും കൈകൾ നീട്ടി യാചിക്കാൻ തുടങ്ങി. വല്ലതും തരണേ. ചില നാണയത്തൊട്ടുകൾ എറിഞ്ഞു കൊടുത്തു. കരുത്തുറ്റ ശരീരം കണ്ട ചിലർ പുച്ഛിച്ചു. അയാൾക്ക് വല്ല തൊഴിലും ചെയ്ത് ജീവിക്കാൻ പാടില്ലേ? എന്നാൽ ഫ്രാൻസിസ് ഇതൊന്നും കാര്യമാക്കാതെ കൊടുത്തത് മാത്രം ശീലമുള്ള തൻ്റെ കൈകൾ ഉയർത്തി യാചന തുടർന്നു. അദ്ദേഹം ഭിക്ഷക്കാരോടൊത്ത് ഭക്ഷണം കഴിച്ചു. അവരോടൊപ്പം ഉറങ്ങി. ഒരാഴ്ചക്കാലം അദ്ദേഹം ആ രീതിയിൽ തുടർന്നു. നിന്ദനം, അവഗണന, പരിഹാസം ഇവയെല്ലാം സ്വീകരിക്കുമ്പോൾ അവർണ്ണനീയമായ ആനന്ദമാണ് അദ്ദേഹം അനുഭവിച്ചത്. കർത്താവെ, അനുഗ്രഹിക്കണമേ. ധനികനായ ഫ്രാൻസിസ്
ഭിക്ഷക്കാരനായി മാറിയിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ച ആനന്ദം, അത് സന്തോഷം, സമാധാനം കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദരിദ്രരോടുള്ള സ്നേഹവും ഞങ്ങളുടെ ദുഃഖത്തിൽ ആനന്ദിക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.